ഞാനിപ്പോൾ കാക്കനാടുള്ള ഓണം പാർക്കിലാണ്. ഇവിടെ ഓർഗാനിക് കേരളയുടെ നേതൃത്വത്തിൽ ജൈവകൃഷി ഉൽപ്പന്നങ്ങളുടെ വിപണനം നടക്കുകയാണ്. ഇതെല്ലാ മാസത്തിൻ്റെയും ആദ്യത്തെ ശനിയാഴ്ചയും മൂന്നാമത്തെ ശനിയാഴ്ചയുമാണ് നടത്തപ്പെടുന്നത്. തദ്ദേശീയമായിട്ട് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള വിളകൾ നിങ്ങൾക്ക് വിൽക്കുവാനും വാങ്ങുവാനും സാധിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ ക്രമീകരണം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നാസർ സാറിൻ്റെയൊക്കെ വീട്ടിൽ ചെയ്യുന്ന ആ ഒരു വിളകളൊക്കെ അവരുടെ ആവശ്യം കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെയാണ് വിൽക്കപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റു കർഷകരുടെ ഉൽപ്പന്നങ്ങളും ഇവിടെ വിൽക്കപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പച്ചക്കറികളൊക്കെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, വലിയ ഗ്ലാമറൊന്നുമില്ലാത്ത നാടൻ പച്ചക്കറികൾ. അതിപ്പോൾ ചേന ആയിക്കോട്ടെ, മത്തങ്ങ ആയിക്കോട്ടെ, വെണ്ടയ്ക്ക ആയിക്കോട്ടെ, പാവയ്ക്ക ആയിക്കോട്ടെ, പടവലം ആയിക്കോട്ടെ, എന്താണെങ്കിലും ജൈവം വിട്ട് ഒരു കളിയുമില്ല. ഇതിൻ്റെ പിറകിൽ കുറച്ചധികം പേരുണ്ടോ ബുദ്ധിമുട്ടാനായിട്ട്. അബ്ബാസ് സാറ്, നാസർ സാറ്, സേവ്യർ സാറ്, ഫാദർ പ്രശാന്ത്, ഇവരൊക്കെ എടുത്തു പറയേണ്ട വ്യക്തിത്വങ്ങളാണ്. അബ്ബാസ് സാർ ഓടിയിരുന്ന എല്ലാവർക്കും വേണ്ട നിർദ്ദേശങ്ങളും പലതിൻ്റെയും ഗുണദോഷങ്ങളും ഒക്കെ വിശദീകരിച്ച് നൽകുന്നുണ്ട്. ഞാൻ ഈ ഓർഗാനിക് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ഈ ഓർഗാനിക് ഇതുമായിട്ട് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടും കുറച്ച് കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇത് എപ്പോഴും അവൈലബിൾ അല്ലല്ലോ, അതുകൊണ്ട് അവൈലബിൾ ആകുന്ന സമയത്തെല്ലാം ഞാൻ വന്ന് വാങ്ങിക്കാറുണ്ട്. അത് മറ്റുള്ള ഭക്ഷണ ഉൽപ്പന്നങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായതും രുചികരമായതും പിന്നെ യാതൊരു വിധത്തിലുള്ള മായങ്ങളോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് കഴിക്കാനും സാധിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് പച്ചക്കറി വിൽക്കാനുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്കത് വിറ്റഴിക്കാവുന്നതുമാണ്. അതിനുവേണ്ടി നിങ്ങൾ സ്വയം ഉൽപ്പാദിപ്പിച്ചതാണെന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിനുള്ള ഒരു ഫോം ഇവിടെ ലഭ്യമാണ്. മറ്റ് പച്ചക്കറി കടകളെ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പം എല്ലാം പെസ്റ്റിസൈഡെല്ലാം അടിച്ചിട്ടുള്ള വിഷം കലർന്ന പച്ചക്കറികളൊക്കെയാണല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പം ഇപ്പോൾ ഈ ഒരു കാലത്ത് ഇങ്ങനെയുള്ളൊരു സംരംഭം ഒത്തിരി നല്ലതാണ്, ആൾക്കാർക്കെല്ലാം വളരെ യൂസ്ഫുള്ളാണ്. വെജിറ്റബിൾസ് ഒക്കെ നല്ല ഫ്രഷ് ആയിരുന്നു. ചെറിയ 2 ഐറ്റം വാങ്ങാമെന്ന് വെച്ച് വന്നിട്ട് കുറേ ഐറ്റം വാങ്ങിയിട്ടാണ് പോകുന്നത്. ഒരു പ്രാവശ്യം ഇത് വാങ്ങിച്ച് കഴിച്ചു കഴിയുമ്പോഴാണ് യഥാർത്ഥ പച്ചക്കറിയുടെ രുചി എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സെക്കൻഡ് ടൈമാണ് ഇവിടെ വരുന്നത്. വളരെ നല്ല അഭിപ്രായം. കാരണം നമുക്ക് പ്ലംസ് ഒക്കെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുന്നുണ്ട്. കാന്തല്ലൂരിൽ നിന്ന് വരുന്ന ഫ്രൂട്ട്സ്, പിന്നെ എണ്ണ, കുറേ ഹോം മെയ്ഡ് ഐറ്റംസ് ഒക്കെ നല്ലതായിട്ട് തോന്നി. വിലയും ഭയങ്കര റീസണബിൾ ആണ്. സാധനങ്ങളും ലാസ്റ്റ് ടൈം വാങ്ങിയപ്പോൾ എല്ലാം നന്നായിരുന്നു. പച്ചക്കറി മാത്രമല്ല, പഴവർഗ്ഗങ്ങളും പയറുവർഗ്ഗങ്ങൾ, ചെറുധാന്യങ്ങൾ, നെയ്യ്, വെളിച്ചെണ്ണ തുടങ്ങിയ നിരവധി ഉൽപ്പന്നങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് വില കൊടുത്തിട്ട് വേണ്ടി വരും നമ്മളിത് വാങ്ങിക്കാനെന്ന്. എന്നാൽ അങ്ങനെയൊന്നുമല്ല. സാധാരണ കടയിൽ നിന്നും വാങ്ങുന്നതിലും നിസ്സാര പൈസയുടെ വ്യത്യാസമേ വരുന്നുള്ളൂ. പിന്നെ ഒരു ഹൈടെക് ഷോപ്പ് പ്രതീക്ഷിച്ച് ആരും ഇങ്ങോട്ട് വരണ്ട. കാരണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ഉദ്ദേശം ലാഭകരമായ ഒരു ബിസിനസ് ചെയ്യുക എന്നതല്ല. അതുകൊണ്ട് തന്നെ പരിമിതികളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് പലരും സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ മറക്കണ്ട, എല്ലാ മാസത്തിൻ്റെയും ആദ്യത്തെ ശനിയാഴ്ചയും മൂന്നാമത്തെ ശനിയാഴ്ചയും വൈകിട്ട് 4 മണി മുതൽ 8 മണി വരെ ഓണം പാർക്കിൽ ജൈവകൃഷി ഉൽപ്പന്നങ്ങളുടെ വിപണനം ഉണ്ടായിരിക്കുന്നതാണ്.